ഈ പറഞ്ഞ ഗവർണർ അയച്ച ബില്ലുകളിൽ രാഷ്ട്രപതി 3 മാസത്തിനകം തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിധി. അതോടൊപ്പം തന്നെ ഗവർണറുടെ അധികാരം ചുരുക്കിക്കൊണ്ട് തമിഴ്നാട് നൽകിയ ഹർജിയിൽ എടുത്തിരിക്കുന്ന ആ വിധി. അപ്പോൾ തുടർച്ചയായി സുപ്രീം കോടതിയിൽ നിന്ന് കേന്ദ്രത്തിന് തിരിച്ചടിയേൽക്കുന്നു. ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിൽ ന്യൂനപക്ഷ വിരുദ്ധമായ തീരുമാനങ്ങൾ എടുക്കാൻ കേന്ദ്രത്തിന് കഴിയുന്നില്ല. അങ്ങനെ ചെയ്യാൻ കേന്ദ്രത്തെ അനുവദിക്കുന്നില്ല സുപ്രീം കോടതി എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതുകൊണ്ടാണെന്ന് ലീഗ് ആയാലും കേസിന് പോയ ബാക്കി കക്ഷികളായാലും പ്രതികരിച്ചത് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ഇതിന് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തെ ആയുസ്സേ ഉള്ളൂ എന്ന് നമുക്ക് കരുതാം. പക്ഷേ ഈ 5-ാം തീയതി കേന്ദ്രം എന്താണ് ഈ സത്യവാങ്മൂലത്തിൽ പറയുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തൊക്കെ തെളിവുകൾ അങ്ങോട്ട് മുന്നോട്ട് വെക്കാനാകും? ഈ പറയുന്ന പോലെ ഒരു ഗ്രാമമാകെ വഖഫാകുന്നു എന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അതിൽ തെളിവ് കൃത്യമായി ഹാജരാക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകും. ഇനി അത് കഴിഞ്ഞ് ഇനി ഒന്നാമത് വാദം കേൾക്കും. എല്ലാ നടപടികളും ഉണ്ടാവുക ഈ പറയുന്ന മെയ് 5-ന് ശേഷമാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിരമിക്കുന്നതിന് മുൻപ് തന്നെ ആ വിധി ഉണ്ടാകണം. അത് ഈ പറയുന്ന ഹർജികളിന്മേലുള്ള ന്യായമായ വിധിയായിരിക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ പ്രതീക്ഷ. തീർച്ചയായും കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലാണ്. അത് ജുഡീഷ്യറിയിൽ നിന്നാണ്. അപ്പോൾ ജുഡീഷ്യറിയുടെ അധികാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ജഗ്ദീപ് ധൻഖർ എത്തുന്നു എന്നുള്ളതാണ്. ജഗ്ദീപ് ധൻഖർ എങ്ങനെയാണ് ഉപരാഷ്ട്രപതിയായത് എന്നും നമ്മൾ രാജ്യം കണ്ടതാണ്.